ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്ന വനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തേ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് 3 പ്രാവശ്യം നല്ലോണം അരിച്ചെടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. വേറെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം തന്നെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നമുക്കിത് ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടി വരാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഏകദേശം ഈ ഒരു സമയത്ത് നമുക്ക് 1 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചീശയായി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നുകൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാനായിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ചീശയായി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഒറ്റയടിക്ക് ഇടരുത്. കുറച്ചീശയായി ചേർത്ത് കൊടുത്തിട്ട് അത് എല്ലാതും യോജിച്ച ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതേ മെത്തേഡിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാല്, അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മളുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/4 കപ്പ് പാല് എല്ലാവർക്കും ആവശ്യം വരണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്യാം. കുത്തിയൊന്നും ഇളക്കരുത്. അപ്പോൾ നമ്മളുടെ കേക്ക് ശരിയായിട്ട് വരില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാതും നല്ല ഡ്രൈ ആയിരിക്കണം. ഒന്നിലും നനവുണ്ടാവരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കേക്ക് ഓവനിലൊന്നല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസ് സ്റ്റൗവിലാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുള്ള ആ ഒരു പാത്രത്തിൽ നമ്മളൊരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വനില സ്പഞ്ച് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 കിലോ വരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.